ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അബൌട്ട് ഫിലിം ഐ എം യുവർ വിപിൻ. കൂലി പടം കണ്ടു കേട്ടോ. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ വൺ ടൈം വാച്ചബിൾ ആണ്. അല്ലാതെ ഒരു ഹൈ വോൾട്ടേജ് മാസ് പടം രജനിയുടെ ഒരു ഫാൻ ഷോ അങ്ങനെ റേറ്റൊന്നും പറയില്ല. കുഴപ്പമില്ലാത്തൊരു പടം. കാരണം എന്താ വെച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ ലോകേഷ് കനകരാജ് എടുത്ത സിനിമകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ മാനഗരം, കൈതി, മാസ്റ്റർ, വിക്രം, അത് കഴിഞ്ഞ് ലിയോ, ഇവിടം വരെ എത്തി നിൽക്കണ ലോകേഷിൻ്റെ പടമാണിത് കൂലി. ഇത് എൽ സി ഒനായിട്ടൊരു കണക്ഷനും ഇല്ല. അതേപോലെ തന്നെ ഇനി ഇതിനൊരു രണ്ടാം ഭാഗവും ഇല്ല, അല്ലെങ്കിൽ ഇതിന്ന് ഇനി ഒരു സ്പിൻ ഓഫോ കാര്യമൊന്നും വരാനില്ല. ഇത് ഒറ്റ പടം, സ്റ്റാൻഡ് ലോൺ പടം രജനീകാന്തിനെ വെച്ചിട്ട് പടം ചെയ്തു. അതിൽ അമീർ ഖാൻ അഭിനയിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നാഗാർജുന അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ നമ്മളുടെ ഉപേന്ദ്ര അഭിനയിച്ചിട്ടുണ്ട്, ശ്രുതിഹാസൻ ഉണ്ട്, മലയാളത്തിൽ നിന്ന് നമ്മൾ സൗബിൻ സാഹിർ ഉണ്ട്, പിന്നെ സത്യരാജ് ഉണ്ട്. ഒരുപാട് കാസ്റ്റ് ഉണ്ട്, വലിയ വലിയ സ്റ്റാർസ് ഒക്കെ ഈ പടത്തിലുണ്ട്. പക്ഷേ ഇവരൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. എഫക്റ്റ് കിട്ടുന്നില്ല പറഞ്ഞാൽ മോശമായി എന്നല്ല കേട്ടോ. പിന്നെ നമ്മളെ ഇവരുണ്ട്, ഈ നടിയുടെ പേരെന്താ, പൂജ അഡ്ജെ, ഒരു ഡാൻസിന് വരുന്നുണ്ട്. അവരും ആ ഡാൻസ് കളിച്ച് പോകുന്നുണ്ട് എന്നല്ലാതെ നമുക്ക് ആ ഒരു പാട്ടിന് നമ്മളെ സൗബിൻ്റെ രണ്ട് സ്റ്റെപ്പ് കാണുമ്പോൾ ഒരു ചെറിയ വൈബ്രേഷൻ വന്ന് കിട്ടാൽ വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളെ നാഗാർജുനയുടെ വില്ലൻ വേഷത്തിൽ ഈ പടത്തിനെ പറ്റിയിട്ട് ഭയങ്കര ഓഡിയോ ലോഞ്ചിനൊക്കെ പുള്ളിക്കാരൻ ഭയങ്കര തള്ളുകളിയായിരുന്നു. അതായത് ഞാൻ ഈ സിനിമയിൽ ഭാഷയത്തെ മാർക്ക് ആൻ്റണി ലെവലിലൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ, പക്ഷെ ഒന്നും തോന്നുന്നില്ല. അതേപോലെ തന്നെ അമീർ ഖാൻ്റെ അവസ്ഥ ഒരു റോളക്സ് ലെവലിൽ പ്രതീക്ഷിച്ചിട്ട് ഞാൻ പോയത്, പക്ഷെ എവിടെ ആ റേഞ്ചിലൊന്നും ഇല്ല. ജസ്റ്റ് വന്നു ഒരു 5 മിനിറ്റ് ഉണ്ടാവും മാക്സിമം പോയാൽ. മൂപ്പരാൾ ആ സ്ക്രീനിൽ കാണിച്ചിട്ട് 5-6 മിനിറ്റ് ഉണ്ടാവും. പിന്നെ ഫ്ലാഷ് ബാക്ക് കുറച്ച് ഒരു ഡി ഏജിങ്ങും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല റേഞ്ചിനെടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ടാവും കാണാൻ. സിനിമയുടെ DOP ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഗംഗാധറാണ്. ഈ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ഫിലോമിൻ രാജാണ്. ഈ സിനിമയുടെ പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പറയേണ്ട ആവശ്യമില്ല, അനിരുദ്ധാണ്. അനിരുദ്ധ് പടയ്ക്കുന്ന ഞാൻ ഉറപ്പിച്ചായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഈ പടത്തിൽ അവിടെ ആയിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഉപേന്ദ്രയുടെ BGM ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒരു കർണാട്ടിക് സ്റ്റൈൽ നല്ല രസമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ. കാരണം ഉപേന്ദ്ര വരുന്ന തന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് നേരം വരുന്നുള്ളൂ. പക്ഷെ വരുന്ന സീക്വൻസ് ഉപേന്ദ്രയ്ക്ക് കൊടുത്ത ബാക്ക്ഗ്രൗണ്ടും കൂടെ രജനീകാന്തിൻ്റെ ആ സ്വാഗും ഒരു ഒന്നൊന്നര കോമ്പിനേഷൻ തന്നെ ആയിരുന്നു ആ സീക്വൻസ് ഒക്കെ. അതുപോലെ ഇൻട്രോയിലിൻ്റെ അലാക്കത്തിൽ പഞ്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇൻട്രോയിലിന് അങ്ങനെ വലിയൊരു പഞ്ചൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒരു ആവറേജ് ഇൻട്രോയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഇതിൻ്റെ മൊത്തത്തിൽ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ മോശം പറയണമെന്നില്ല. ടെക്നിക്കലി ആണെങ്കിലും ശരി, സൗണ്ട് പടമാണ്. കാരണം ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒക്കെ അങ്ങനെ നീങ്ങിക്കൊണ്ടു ബോറടിക്കാതെ കൊണ്ടുപോയിട്ടുണ്ട് പടം. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഒരു കന്നഡ ആക്ട്രസ് ഉണ്ട്, അവരുടെ പേര് എനിക്കറിയില്ല. പക്ഷേ വളരെ കുറച്ച് സീനിലേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും അവരെ പെർഫോമൻസ് പറയുന്നത് വേറെ വൈബായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക, നൈസ് പടമാണ്. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇനി ഇതുപോലുള്ള റിവ്യൂസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ പറയുന്നത് വിപിൻ സ്പീക്ക് അബൌട്ട് ഫിലിം, അതാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.